നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന സമയത്ത് വീണ് കിട്ടിയ മറ്റൊരു സ്ത്രീപീഡന കേസ് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തന്ത്രങ്ങളൊരുക്കി ഭരണപക്ഷം. നിർണായക സമയത്തേറ്റ് തിരിച്ചടിക്ക് പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ CPM നേതാക്കൾ അറസ്റ്റിലായതിന്റെ ക്ഷീണത്തിൽ നിൽക്കുമ്പോഴാണ് ഭരണപക്ഷത്തിന് പ്രതിപക്ഷ MLA പ്രതിയായ സ്ത്രീപീഡന കേസ് പിടിവള്ളിയായി മാറിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന ആരോപണം ഏതാനും മാസങ്ങളായി അന്തരീക്ഷത്തിലുണ്ടെങ്കിലും 2 ദിവസം കൊണ്ടാണ് പുതിയ തലത്തിലേക്ക് വളർന്നത്. ഇതുവരെ മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചിരുന്ന യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞത്. പോലീസിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി MM ഹസൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയതിന് പിന്നാലെ രാഹുലിനെതിരെ കേസെടുക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പായിരുന്നു. ഇതോടെയാണ് രാഹുൽ ഒളിവിൽ പോയത്. ജാമ്യം കിട്ടാത്ത കടുത്ത വകുപ്പുകളാണ് രാഹുലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. 20 പേജുള്ള മൊഴിയാണ് യുവതി പോലീസിന് നൽകിയത്. ഇതിന് പിന്നാലെ പോലീസ് യുവതിയെ നെയ്യാറ്റിൻകര കോടതിയിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തി. MLA ആയിരിക്കെ 4 തവണ പീഡിപ്പിച്ചതായും ഗർഭചിത്രത്തിനുള്ള മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചതായും FIR-ലുണ്ട്. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെതിരെയാണ് കേസ്. ഗർഭചിത്രത്തിനുള്ള ഗുളിക എത്തിച്ചു നൽകിയത് ഇയാളാണ്. അതേസമയം കേസ് സജീവമാക്കിയ സമയത്തിൽ ദുരൂഹത ആരോപിച്ചും രാഹുലിനെതിരെ നേരത്തെ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടെന്ന ന്യായം നിരത്തിയും പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇതിനിടെ രാഹുലിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ വടികൊടുത്ത് അടിവാങ്ങിയെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് രമേശ് ചെന്നിത്തലയും രാഹുലിനെ സംരക്ഷിക്കില്ല എന്ന് K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. നവംബർ 11 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ വിഷയം കത്തിച്ചു നിർത്താനുള്ള അണിയറ തന്ത്രങ്ങളാണ് ഭരണപക്ഷം ഒരുക്കുന്നതെന്നാണ് സൂചന. സ്ത്രീപീഡന കേസ് വിവാദമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറയുന്നത് കേരളം പലപ്പോഴും കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും. സ്ത്രീപീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയതിന് പിന്നാലെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. രാഹുൽ വിദേശത്തേക്ക് കടന്നേക്കുമെന്ന സൂചനയെ തുടർന്നാണ് പോലീസ് നടപടി. വലിയമല പോലീസ് സ്റ്റേഷനിലാണ് യുവതിയുടെ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിശ്വാസവഞ്ചനാ കുറ്റം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും വകുപ്പുകൾ ചേർത്തു. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇന്ന് രാവിലെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അതിജീവിതയെ വിമർശിച്ച് മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ. ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നും ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നുമാണ് ശ്രീലേഖ ചോദിക്കുന്നത്. പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ എന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. BJP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ സമരവുമായി രംഗത്ത് നിൽക്കുമ്പോഴാണ് BJP സ്ഥാനാർത്ഥി കൂടിയായ ശ്രീലേഖയുടെ വേറിട്ട നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ എന്നുള്ള ചോദ്യവും ശ്രീലേഖ ഉന്നയിച്ചിട്ടുണ്ട്. താൻ ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രമാണെന്നും ഇരകളെ സംരക്ഷിക്കുക എന്നതിൽ കാലതാമസമോ വീഴ്ചയോ വരാൻ പാടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മലപ്പുറം ഒതായി മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ ബാക്കി 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 3-ാം പ്രതി മാലങ്ങാടൻ ഷെരീഫ്, 17-ാം പ്രതി നിലമ്പൂർ സ്വദേശി മുനീബ്, 19-ാം പ്രതി എളമരം സ്വദേശി കബീർ എന്ന ജാബിർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് മാലങ്ങാടൻ ഷഫീഖ്. കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ കേസിൽ 21 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു. 25 വർഷം ഒളിവിലായിരുന്നു 4 പ്രതികളും. മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവർ പിടിയിലായത്. കേസിൽ 2-ാം പ്രതിയായ അൻവർ അടക്കമുള്ള 21 പ്രതികളെയാണ് നേരത്തെ കോടതി വെറുതെ വിട്ടത്. ഒതായി അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 1995 ഏപ്രിൽ 13-നായിരുന്നു കൊലപാതകം. നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. കരുളായി വള്ളിക്കെട്ട് നഗറിലെ കീരൻ എന്ന 50-കാരനാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11-ഓടെ നെടുങ്കയം വനമേഖലയിൽ പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിൽ കുറ്റിക്കാട്ടിൽ മറഞ്ഞു നിന്നിരുന്ന കരടി കീരനെ ആക്രമിക്കുകയായിരുന്നു. കരടിയും കീരനും തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കരടി കീരന്റെ തുടയ്ക്ക് കടിച്ച് പരിക്കേൽപ്പിച്ചു. കീരന്റെ ഭാര്യ ഇന്ദിര, അനുജത്തി ബാലാമണി എന്നിവർ സമീപത്തുണ്ടായിരുന്നു. കീരന്റെ കരച്ചിൽ കേട്ട് ഇവർ ഓടിയെത്തിയതോടെ കരടി പിടിവിട്ട് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. കീരനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം തേവര കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ എത്തിച്ച ഡ്രൈവറെ പോലീസ് കണ്ടെത്തി. എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശി രതീഷിനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
സ്ത്രീയെ കൊല ചെയ്ത കേസിലെ പ്രതി വീട്ടുടമയുമായ കോന്തുരുത്തി സ്വദേശി ജോർജ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇയാളുടെ ഓട്ടോറിക്ഷയിലാണ് ജോർജിന്റെ കോന്തുരുത്തിയിലെ വീട്ടിലെത്തിയത്. ഇയാൾക്ക് പ്രതി ജോർജുമായി ബന്ധമുണ്ടോ എന്നും മുൻപും ഇത്തരത്തിൽ സ്ത്രീകളെ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ടോ എന്നുമാണ് പോലീസ് അന്വേഷിക്കുന്നത്. MES ചെയർമാൻ ഫസൽ ഗഫൂർ ED കുരുക്കിൽ. അദ്ദേഹത്തിന്റെ വിദേശയാത്രയും ED തടഞ്ഞു. ഗഫൂറിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. വിദേശയാത്രയ്ക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഫസൽ ഗഫൂറിനെ വിമാനത്താവള അധികൃതർ മടക്കി അയച്ചിരുന്നു. നേരത്തെ 2 തവണ ED നോട്ടീസ് നൽകിയിട്ടും ഫസൽ ഗഫൂർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഇതേ തുടർന്ന് ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. മുണ്ടക്കയം എരുമേലി റോഡിൽ അപകട മേഖലയായ കണമല കുത്തറക്കത്തിൽ വീണ്ടും അപകടം. ശബരിമല തീർത്ഥാടകരുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 5 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 3-നായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബസ് ക്രാഷ് ബാരിയർ തകർത്ത് നിൽക്കുകയായിരുന്നു. കുഴിയിലേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കണ്ണിമല ഇറക്കത്തിന് മുകളിൽ പോലീസിന്റെ സേവനമുണ്ടെങ്കിലും വാഹനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയില്ലെന്നും ആരോപണമുണ്ട്. ആംബുലൻസിന്റെ സേവനവും ഉണ്ടായിരുന്നില്ല. എരുമേലിയിൽ നിന്ന് ആംബുലൻസ് വരുത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൈവ വൈവിധ്യത്തിന് കനത്ത ഭീഷണിയാകുന്ന പശ്ചാത്തലത്തിൽ കാട്ടുപൂച്ചകളെ കൊന്നൊടുക്കാൻ ന്യൂസിലാൻഡ് 2050 രാജ്യത്ത് നിന്ന് മുഴുവൻ കാട്ടുപൂച്ചകളെയും കൊന്നൊടുക്കാനാണ് തീരുമാനമെന്ന് പരിസ്ഥിതി സംരക്ഷണ മന്ത്രി താമ പൊട്ടാക്ക പറഞ്ഞു. അതേസമയം വളർത്തുപൂച്ചകളുടെ ഉടമകൾ ഭയക്കേണ്ടതില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. 25 ലക്ഷത്തോളം കാട്ടുപൂച്ചകളെ കൊല്ലേണ്ടി വരുമെന്നാണ് കണക്ക്. പക്ഷികളെയും വവ്വാലുകളെയും പല്ലികളെയും പ്രാണികളെയും കാട്ടുപൂച്ചകൾ വ്യാപകമായി വേട്ടയാടുന്നതാണ് ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാകുന്നത്. വൻതോതിൽ കൃഷിനാശമുണ്ടാക്കിയതിനെ തുടർന്ന് 2021 10,000-കണക്കിന് മയിലുകളെ കൊന്നിരുന്നു. മുൻപ് മാനുകൾ പെരുകിയത് പ്രകൃതി സന്തുലിതാവസ്ഥ തെറ്റിച്ചപ്പോൾ ഇവയെയും വൻതോതിൽ കൊന്നൊടുക്കിയിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.